നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി കേസ് കേരള പോലീസ് ആയിരുന്നു അന്വേഷിച്ചിരുന്നുവെങ്കിൽ ആ കേസ് നിഷ്പ്രയാസം തേച്ചു മാച്ചു കളയാൻ ഒട്ടനവധി ഉദ്യോഗസ്ഥർ ഉണ്ടാകുമായിരുന്നു. സെക്രട്ടേറിയറ്റിലടക്കം അതായത് പിണറായി വിജയന് സ്തുതി പാടുന്ന IPS ഉദ്യോഗസ്ഥർ. പക്ഷേ പിണറായി വിജയന്റെ മകൾ വീണയുടെ മാസപ്പടി കേസുകൾ അന്വേഷിക്കുന്നത് അങ്ങ് ഡൽഹിയിലെ SFIO ആണ്, അഥവാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. 8 മാസമാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം SFIക്ക് സമയം അനുവദിച്ചത്. സെപ്റ്റംബർ 30-ന് സമയ കാലാവധി അവസാനിച്ചിരുന്നു. പക്ഷേ അന്വേഷണം തുടങ്ങിയപ്പോഴാണ് SFIക്ക് അന്വേഷണത്തിന്റെ തോത് മനസ്സിലായത്. ചെറിയ മീനുകളല്ല, വലിയ സ്രാവുകളാണ് ഇതിൽ കുടുങ്ങിയിരിക്കുന്നത്. വീണ വിജയന്റെ എക്സ്ലോജിക്കൽ സൊല്യൂഷനിൽ തുടങ്ങി കരിമണൽ കമ്പനിയായ CMRL അന്വേഷണത്തിന്റെ റഡാറിലാണ് SFI ചെന്ന് എത്തി നിന്നത്. അതോടുകൂടിയാണ് വൻ തട്ടിപ്പുകൾ ഓരോ ദിവസവും പുറത്തു വന്നത്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നിയന്ത്രണം, അതായത് അതിന്റെ നിയന്ത്രണം ഫുള്ളും നിർമ്മല സീതാരാമനാണ്, കേന്ദ്ര ധനകാര്യമന്ത്രി. അതുകൊണ്ട് തന്നെ SFIO അന്വേഷണ റിപ്പോർട്ട് ഓരോ ദിവസവും പക്കം വിട്ട് നിരത്തി അങ്ങ് കേന്ദ്രത്തിലേക്ക് അയക്കുന്നുണ്ട്. ഡിസംബർ 2-ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ അതിൽ വ്യക്തമാക്കുന്ന സൂചനകൾ ഇങ്ങനെയാണ്. അതിലാണ് CMRL ആർക്കൊക്കെ പണം കൊടുത്തു എന്ന സംബന്ധിച്ച അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. 184 കോടിയിലധികം രൂപയുടെ ഇടപാട് നടന്നതിന്റെ തെളിവ് SFIO സമർപ്പിച്ചു. CMRL കമ്പനി എസ്ലോജിക്കൽ സൊല്യൂഷന് നൽകിയത് കള്ളപ്പണമാണോ എന്ന സംശയമുണ്ട്. എസ്ലോജിക്കൽ സൊല്യൂഷന് പങ്കുണ്ടെന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയാണ് ഏക ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണയും പ്രതിയാകും. വിചാരണയും നേരിടേണ്ടി വരുമെന്നത് യാഥാർത്ഥ്യമാണ്. അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഷോൺ ജോർജിന്റെ ഹർജിയിലെ ആരോപണങ്ങൾക്കെതിരെയായിരുന്നു ഈ ഹർജികൾ. എന്നാൽ മൂന്നും അനുകൂലമാകാതിരുന്നതോടെ അന്വേഷണം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ആദായ നികുതി ഇൻകം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലെ മൊഴി അനുസരിച്ച് കേസെടുക്കാൻ നിയമ തടസ്സമുണ്ട് എന്നുള്ള വാദം ഉന്നയിച്ചാണ് CMRL ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. അതോടെ SFIO പറഞ്ഞതിങ്ങനെ: ആദായ നികുതി ബോർഡിന്റെ രേഖ വച്ചിട്ടല്ല അന്വേഷണമെന്നും തുടക്കത്തിൽ തന്നെ SFIO വ്യക്തമാക്കിയിരുന്നു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു, കൊച്ചി ഓഫീസുകൾ നേരത്തെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ, ROC ഇൻസ്പെക്ടർമാരുടെ പ്രഥമ അന്വേഷണ റിപ്പോർട്ട്, ഇതെല്ലാം പരിശോധിച്ചിട്ടാണ്, അതായത് അവരുടെയൊക്കെ ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ച് അതെല്ലാം ആധാരമാക്കിയാണ് SFIO അന്വേഷണത്തിനായി കേരളത്തിലേക്ക് എത്തിയത്. അതിനിടെ CMRL ഭീകര സംഘടനയുമായി ബന്ധമുള്ളവർക്ക് പണം നൽകിയെന്ന സംശയമുണ്ടെന്നും SFIO ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ആ കേസാണ്, ആ ഒരു സംശയമാണ് SFIO ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മാസപ്പടി കേസിൽ പ്രധാന രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി കിട്ടിയോ എന്ന് പരിശോധിക്കുകയാണെന്നും SFIO അഭിഭാഷകൻ വ്യക്തമാക്കി. CMRL-ഉം എക്സാലോജിക്കൽ തമ്മിലെ ദുരൂഹ ഇടപാട് സംബന്ധിച്ച അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആവശ്യമെങ്കിൽ മുദ്രവച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറാണെന്നും SFIക്ക് വേണ്ടി ഹാജരായ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. CMRL ആർക്കൊക്കെ പണം കൊടുത്തു എന്നതിനെ സംബന്ധിച്ച അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണം ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. 184 കോടിയിലധികം രൂപയുടെ ഇടപാട് നടന്നതിന്റെ തെളിവുകളുണ്ട്. ഈ പണത്തിൽ നിന്നൊരു ഭാഗം ഭീകര സംഘടനയുമായി ബന്ധമുള്ളവർക്ക് കിട്ടി എന്നാണ് SFIO ഇപ്പോൾ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ചെയ്യാത്ത സേവനത്തിനാണ് എക്സാലോജിക്കലിന് CMRL പണം കൈമാറിയത്. ഇതിനായി വ്യാജ ബില്ലുകൾ ചമച്ചതായി കണ്ടെത്തിയെന്നും SFIO വ്യക്തമാക്കുന്നുണ്ട്. SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഡൽഹി ഹൈക്കോടതിക്ക് ഈ കേസ് സ്റ്റേ ചെയ്യാൻ പറ്റില്ല. കേസ് നേരെ സ്റ്റേ ചെയ്യേണ്ട, SFI തുടർ അന്വേഷണം നടത്തിക്കോളൂ എന്ന് ഡൽഹി ഹൈക്കോടതി പറയുമ്പോൾ ആ കേസ് ഇനി വരും ദിവസങ്ങളിലേക്ക്, അതായത് ഈ മാസം 23-ാം തീയതിയോടുകൂടി ആ കേസ് SFIO NIAക്ക് ഫോർവേഡ് ചെയ്യും. ഈ കേസിന്റെ വിശദമായ റിപ്പോർട്ടുകൾ കേന്ദ്ര കോർപ്പറേറ്റ് ധനകാര്യ മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഭീകര സംഘടനകൾക്ക് പണം കൊടുക്കുന്നുണ്ട്. ചിലപ്പം SDP ആകാം, ചിലപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ആകാം, ചിലപ്പം പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റൊരു രൂപമായ MEX7 ഉൾപ്പെടെയുള്ള സംഘടനകൾക്കും ആകാം. കേരളത്തിലെ ഒരു സർക്കാർ ഏജൻസി, കേരളത്തിലെ ഒരു സർക്കാർ സ്ഥാപനം ഭീകര പ്രവർത്തനങ്ങൾക്ക് പണം ചെലവഴിക്കുന്നു എന്നത് അതീവ ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ SFIക്ക് പുറമെ ഇനി ന്യൂ ഇയർ സമ്മാനമായിട്ട് NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, അമിത്ഷായുടെ നിയന്ത്രണത്തിൽ NIA കൂടെ കേരളത്തിലേക്ക് വന്നാൽ പിണറായി വിജയന്റെയും മകൾ വീണയും ഇനി തൂക്കിയെടുത്തുകൊണ്ട് നേരെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള സമയമാണ് ഇനി ഇപ്പോൾ നടക്കാൻ പോകുന്നത്.